അൻഷിഫ് ഇല്ല കുറച്ചേരായിട്ടുള്ളൂ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ടു ബി ഫ്രാങ്ക് അൻഷിഫ്, ആ ഡിസൈൻസ് ഒട്ടും സെറ്റ് ആവില്ല. എന്റെ പാരന്റ്സിന് അത് വർക്കല്ല, അതുപോലെ എനിക്കും അത് വർക്കല്ല. അപ്പോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറഞ്ഞു നീ എന്താ ചെയ്യും? എൻട്രൻസ്, നെയിം ബോർഡ്, പാത്ത് വേ, സെൻട്രൽ പ്ലേറ്റ്, ഇതൊന്നും ഇംപ്രസീവ് അല്ല. ഇതൊക്കെ ഞാൻ എല്ലാ റീൽസിൽ കണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും ന്യൂ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യും? അങ്ങനെയാണ് മാം, ഞങ്ങൾ ചെയ്തൊരു ലേറ്റസ്റ്റ് മോഡൽ അതൊന്ന് കണ്ടു. ഈ മോഡൽ എങ്ങനെയാണ്? എടോ, തനിക്ക് എന്റെ പറഞ്ഞാൽ മനസ്സിലാവും. ഇത് നിങ്ങൾ തിരൂര് തന്നെ എത്ര പ്രാവശ്യം ചെയ്തിട്ടുള്ള ഡിസൈൻ ആണ്. ഓഫീസിൽ നിന്ന് നല്ല പ്രഷർ, ഓൾറെഡി ഇത് 4ാമത്തെ മീറ്റിംഗ് ആണ്. മാം പറഞ്ഞ ഈ ഡിസൈൻ ഒരു ബഡ്ജറ്റിൽ വർക്ക്ഔട്ട് ആവും. ഓ ശരി, ഞാൻ തന്റെ ഓഫീസിലേക്ക് മെസ്സേജ് അയക്കാം. താൻ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറുന്നുണ്ട്. ശരി. ശരിക്കും പറയാനോ തനിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ വെഡിങ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത് ആർക്കാന്ന് അറിയാം? അത് രണ്ടാംസിനി. അത് നിങ്ങളുടേതല്ലേ? എന്നിട്ട് ആ നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അതുകൊണ്ടല്ല മാം, ഈ പുതിയ കോൺസെപ്റ്റ് ആകുമ്പോൾ അത്യാവശ്യം കോസ്റ്റ് വരും നമുക്ക്. അപ്പോൾ ആ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും മാമിന്. അത് തരാടോ, പക്ഷെ എനിക്ക് അച്ഛനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വേണം. അത് നിങ്ങളായിട്ട് ക്രാഫ്റ്റ് ചെയ്തൊരു ഡിസൈൻ തന്നേ എനിക്ക് അച്ഛനെ കൺവിൻസ് ചെയ്യായിരുന്നു. ബഡ്ജറ്റ് സെറ്റ് ആണെങ്കിൽ ഞാൻ ഓക്കെ ആണ് മാം. ഓ, അപ്പൊ തനിക്ക് ചിരിക്കാനൊക്കെ അറിയാലേ? ടെൻഷൻ കൊണ്ടാണ് മാം. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് മതി, എത്ര എലഗന്റ് ആയി ചെയ്താലും അത് നെഗറ്റീവ് ആവും. പിന്നെ താൻ ടെൻഷൻ ആവണ്ടോ, നിങ്ങളുടെ വർക്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. സംഭവം നല്ല എലഗന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് തന്നാൽ മതി. അങ്ങനെയാണ് മാം, 3 ദിവസത്തിനുള്ളിൽ ആരും ചെയ്യാത്തൊരു പുതിയ കോൺസെപ്റ്റ് ആയിട്ട് ഞാൻ വരാം.